നിങ്ങൾക്ക് PCOS ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം പല PCOS ഉള്ള സ്ത്രീകളും തങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് അറിയാതെയാണ് ഇത്ര കാലം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ സിംറ്റംസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഈ വീഡിയോ ഇൻസുലിൻ റെസിസ്റ്റൻസ് അവയർനെസ് സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡാണ്. ഇവിടെ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻസുലിൻ റെസിസ്റ്റൻസ് കണ്ടെത്താൻ ഒറ്റ ബ്ലഡ് ടെസ്റ്റിന്റെ സഹായം കൊണ്ട് മാത്രം സാധിക്കില്ല. നിങ്ങളുടെ സിംറ്റംസ്, ക്ലിനിക്കൽ ഫൈൻഡിങ്സ്, പിന്നെ ബ്ലഡ് ടെസ്റ്റ്, ഇവയെല്ലാം ഒന്നിച്ച് വിലയിരുത്തിയാണ് ഡയഗ്നോസിസിലേക്ക് എത്തുന്നത്. ഒന്നാമത്തെ ടെസ്റ്റ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണ്. 8 മുതൽ 10 മണിക്കൂർ വരെ ഫാസ്റ്റിംഗിന് ശേഷം രാവിലെ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് ആണ്. ഇത് നിങ്ങളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഉയർന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് സഹായിക്കും. രണ്ടാമത്തേത് HbA1c. നിങ്ങളുടെ കഴിഞ്ഞ 3 മാസത്തെ ആവറേജ് ബ്ലഡ് ഗ്ലൂക്കോസ് ഏത് ലെവലിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ ഈ ടെസ്റ്റ് സഹായിക്കുന്നു. അടുത്ത ടെസ്റ്റ് ആണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ. അതായത് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവല് നോർമൽ ആണെങ്കിലും അല്ലെങ്കിൽ HbA1c വളരെ താഴ്ന്നിരുന്നാലും ഇൻസുലിൻ ലെവൽസ് ഉയർന്നിരിക്കാം. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. HOMA-IR കാൽക്കുലേഷൻ നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽസും ബ്ലഡ് ഷുഗർ ലെവൽസും ചേർന്നുള്ള ഒരു കാൽക്കുലേഷൻ ആണിത്. ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ പാരാമീറ്റർ വിലയിരുത്താനായിട്ട് ഇത് സഹായിക്കുന്നു. അടുത്തത് ലിപ്പിഡ് പ്രൊഫൈൽ. ലിപ്പിഡ് പ്രൊഫൈലിൽ പ്രത്യേകിച്ചും ട്രൈഗ്ലിസറൈഡ്സ് ലെവല് ഉയർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ HDL ലെവൽസ് കുറഞ്ഞിരിക്കുന്നുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കണം. അടുത്തത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള പലരിലും ഫാറ്റി ലിവർ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ വ്യത്യാസങ്ങൾ കാണാം. അടുത്തത് ഹോർമോണൽ ടെസ്റ്റുകളാണ്. പ്രത്യേകിച്ചും PCOS ഉള്ള സ്ത്രീകൾക്ക് PCOSും ഇൻസുലിൻ റെസിസ്റ്റൻസും ഉണ്ടെങ്കിൽ അവരുടെ ഹോർമോണൽ ലെവലിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് നിങ്ങളുടെ ഹോർമോൺസ് കൂടി ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വളരെ നോർമൽ ആയിരിക്കാം, എന്നാൽ ഇൻസുലിൻ ഹയർ ലെവലിൽ ആയിരിക്കുകയും ചെയ്യാം. പലരും ഇത് മനസ്സിലാക്കാതെ എന്റെ ബ്ലഡ് ഷുഗർ വളരെ നോർമലാണ്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് വിചാരിച്ച് വർഷങ്ങളോളം തള്ളി നിൽക്കും. പക്ഷെ ഇതിന്റെ ഇടയിൽ PCOSന്റെ സിംറ്റംസ്, വെയിറ്റ് ഗെയിൻ, ആക്നെ, ഹെയർ ഫോൾ എന്നിവ വല്ലാതെ പ്രോഗ്രസ് ചെയ്തിട്ടും ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ സിംറ്റംസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ശരിയായ എവാലുവേഷൻ അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടോ? അതിന്റെ വാല്യൂ നോർമൽ ആയിരുന്നോ? അടുത്ത വീഡിയോയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ഒരാൾക്ക് ബെല്ലി ഫാറ്റ് എങ്ങനെയാണ് കൂടുന്നതെന്നും അത് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നും വിശദമായിട്ട് പറഞ്ഞുതരാം. വീഡിയോയ്ക്ക് വേണ്ടി അക്കൗണ്ട് ഫോളോ ചെയ്യും.